ലൂണയ്ക്ക് തമിഴ്നാട്ടിലേക്ക് മാറിയത്, സ്ഥലം മാറിയത്, ക്ലൈമറ്റ് മാറിയതൊന്നും ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അവൾക്ക് എപ്പോഴും വീട്ടിലെ പോലെ തന്നെ ഭയങ്കര കളിയും ചാട്ടമൊക്കെ ആയിരുന്നേ. പിന്നെ ലൂണ എപ്പോഴും എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിളാവേ. ആദ്യം മിങ്കിളാവില്ല, ഒന്ന് കണ്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ക്ലോസ് ആവേ. അപ്പം അവിടെ ചെന്നപ്പോഴും ഇത് തന്നെയായിരുന്നു, അഖിലുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നേ. കുറേ നാളായിട്ട് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് തമിഴ്നാട് പോയതുകൊണ്ട് കോയമ്പത്തൂരിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ എപ്പോഴും കോയമ്പത്തൂർ വരുമ്പോൾ നാച്ചുറൽസിൽ അല്ലെങ്കിൽ ഗ്രീൻ ട്രെൻഡ്സിലാട്ടോ കട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അനിയത്തി പറഞ്ഞായിരുന്നു ഓപ്പോസിറ്റിലൊരു സലൂണുണ്ട്, അത് നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ആദ്യമായിട്ടാട്ടോ ഇവിടെ കട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ആദ്യമേ തന്നെ അവർ നമ്മുടെ ഹെയറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തിയേ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഹെയർ ഹെൽത്തി ആണോ, അതിന് എന്നാ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നൊക്കെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അങ്ങനെ അഖിലും ട്രിം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പോയേ. അപ്പം നമ്മുടെ ഹെയർ ആദ്യമേ തന്നെ അവർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര നീളത്തിലാണ് കട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ കട്ട് ചെയ്ത്. ശരിക്കും ഇതാട്ടോ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുടി. ഇപ്പം ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ശരിക്കും നല്ലൊരു സർവീസായിരുന്നു. നേരത്തെ മുതൽ തന്നെ ഇങ്ങനെ മുടി ഈ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ശീലിച്ചുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല, മുടി നീളം വെച്ച് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി രാത്രി നമ്മൾ ഉക്കടം ഒരു പാർക്കിലേക്ക് പോയി. ശരിക്കും ഒരു 2 കൊല്ലമായിട്ടാട്ടോ ഇവിടെ ഈ പാർക്കുള്ളത്. ഈവനിങ് ക്ലൈമറ്റ് ആണെങ്കിൽ ഒത്തിരി തണുപ്പും ഇല്ലാതെ ഒത്തിരി ചൂടും ഇല്ലാതെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോയതാണ്. കാരണം ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് തിരിക്കുവാണേ. അപ്പം രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിക്കുവാണെങ്കിൽ നമുക്ക് മിഡ് നൈറ്റ് വീട്ടിലെത്താമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഒരുങ്ങി തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. കുറേ നേരം അവിടെ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡ് പിന്നെ നിതീഷിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ പാർക്കിനകത്ത് ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ചെന്ന് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് വന്നേ. പാർക്കിനകത്ത് 3 ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. 3 ഷോപ്പിലും വേറെ വേറെ ഫുഡായിട്ടോ അവൈലബിൾ. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിൽ നിന്ന് തന്നെ ഓരോ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാളൻ ചില്ലി, പിന്നെ പാസ്ത, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ പാനിപൂരിയോട് കൂടെ ഫുഡ് അവസാനിക്കുകയും ചെയ്തു കേട്ടോ. ഈ ഫുഡ് തന്നെ എല്ലാവർക്കും മതിയായതുകൊണ്ട് രാത്രി വേറെ എവിടെയും ഫുഡ് കഴിക്കാൻ നിർത്തിയില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ടാറ്റാ, ബൈ ബൈ.